ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് തന്നെ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജോൺ ബ്രിട്ടാസ്, ഈ ഇന്ത്യ സഖ്യത്തിനുമായി ബന്ധപ്പെട്ട് നമ്മൾ BJP-ക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു സഖ്യം ഉണ്ടാകും, അത് സമരത്തിലേക്ക് പോകും എന്നതൊക്കെയാണ് ആഹ്വാനമായി പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ഈ കോൺഗ്രസ് എടുക്കുന്ന ഈ നിലപാട്, അത് ഇടത് പാർട്ടികളൊക്കെ BJP-യുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ആ നിലപാടിൽ ഏതെങ്കിലും തരത്തിൽ പരസ്യമായി പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. യോഗത്തിൽ എന്താണ് പറഞ്ഞത്? ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിച്ച അസംബന്ധ ജടിലമായിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. CPM-നെ പ്രതികരിച്ച് ഞാനും CPI-യുടെ ജനറൽ സെക്രട്ടറി സഖാവ് D രാജയും ഇക്കാര്യം വളരെ ശക്തമായി ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് BJP-യുമായിട്ട് ഒരു രഹസ്യധാരണ കേരളത്തിലുണ്ട് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആരോപിച്ചതിനെ കുറിച്ചായിരുന്നു. ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് സാധാരണ കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളോ ഒക്കെ പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇന്ത്യ ബ്ലോക്കിന്റെ മുഖങ്ങളായിട്ടുള്ള, അതല്ലെങ്കിൽ ഞങ്ങളുടെയും കൂടെ പിൻബലത്തോടുകൂടി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ അത്തരത്തിലുള്ള നിലപാടുകൾ പറയുന്നത്, അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് മാത്രമല്ല, പിണറായി വിജയനെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യം തന്നെ എത്രത്തോളം അസംബന്ധമാണ്. എന്താ കാരണം വെച്ചാൽ പാലക്കാട് ചുരം കഴിയുമ്പോഴേക്കിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്വഭാവം മാറുന്നുണ്ടോ? അത് തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞത്. കാശ്മീർ മുതൽ കേരളം വരെ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഇന്ത്യ ബ്ലോക്കിന് ഒരേ സമീപനമായിരിക്കണമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയാനുള്ള കാരണമാണ്. D രാജ പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിരുന്നു. ലെഫ്റ്റ് ഈസ് നോ മോർ ലെഫ്റ്റ്. അതായത് ഇടതുപക്ഷ തത്വം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ആരോപണം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്? അതൊക്കെയാണോ, അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് പറഞ്ഞു. എന്താണ് വസ്തുതകളെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദാനിയെ കേരളത്തിലേക്ക് ആനയിച്ചത് ഇടതുപക്ഷമാണെന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ തിരുത്തി. അദാനിയെ കേരളത്തിലേക്ക് ആനയിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാറ് കൊടുത്തത് ഞങ്ങളല്ല, ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് അവിടെ ചർച്ച വന്നത്. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഒരു വ്യക്തത ഇല്ലാതെ വരുന്നത് നമുക്കൊക്കെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ ജോൺ ബ്രിട്ടാസ്, ഈ തർക്കങ്ങൾ ഈ രീതിയിൽ തുടരുന്നുണ്ട് BJP-ക്കെതിരെ, പിന്നെ എങ്ങനെ ഒന്നിച്ചൊരു സഖ്യമായി ഈ പോരാട്ടം തുടരും എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. തർക്കങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടാലല്ലേ അത് മനസ്സിലാക്കി പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ തർക്കങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യ അലയൻസ് അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന്റെ യോഗത്തിന്റെ സമാപനത്തിൽ 5 കാര്യങ്ങൾ ഏകകണ്ഠേന ഞങ്ങൾ തീരുമാനിച്ചത്. അതേസമയം ഞങ്ങൾക്ക് പറയാനുള്ളത് പറയേണ്ട വേദിയിൽ അത് കൃത്യമായി തന്നെ പറഞ്ഞു പോകണമെന്നുള്ള നിഷ്കർഷ ഞങ്ങൾ കൊണ്ടുതാനും. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം വാദങ്ങളിൽ നിന്ന്, ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാത്തത് ദൗർഭാഗ്യകരമാണ് എന്ന നിലപാട് തന്നെ CPM-നുണ്ട്. അല്ല, ഈ സ്വാഭാവികമായിട്ട് ഇപ്പൊ അവർ പറഞ്ഞത് അവരുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്നൊക്കെ ഉള്ള രൂപത്തിൽ അതിനെ ലഘൂകരിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. സഖാവ് D രാജയും ഞാനും കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാര്, എന്തിനേറെ AICC-യുടെ ജനറൽ സെക്രട്ടറി പദവി അലങ്കരിക്കുന്ന ശ്രീ KC വേണുഗോപാൽ പോലും അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തോളാം, ഞങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പക്ഷേങ്കിൽ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കൊക്കെ വ്യത്യസ്ത തലമാണ് ഉള്ളത്. അവർക്ക് വ്യത്യസ്ത തസ്തികകളും പദവികളാണുള്ളത്. അവർ ഇന്ത്യ ബ്ലോക്കിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ കൂടിയാണ്. അപ്പോൾ ഒരു ബ്ലോക്കിലെ അംഗ രാഷ്ട്രീയ പാർട്ടിക്ക് ഈ രൂപത്തിലൊക്കെയുള്ള രഹസ്യധാരണകൾ BJP-യുമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരമൊരു യോഗത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാകും. അതാണ് പ്രത്യേകിച്ച് ഈ DMK അടക്കമുള്ള കക്ഷികൾ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. DMK ഇനി മൂന്നാം മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചർച്ച നടത്താനുള്ള ഒരു നീക്കത്തിലുമാണ്. ആം ആദ്മി പാർട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ്. ഇത്തരം പാർട്ടികൾ ഇപ്പോഴും, BJP എതിർക്കുന്ന പാർട്ടികൾ ഇപ്പോഴും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ കൂടി തടയിടാതെ എങ്ങനെ ഇന്ത്യ സഖ്യത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇല്ല, ഈ ഉത്കണ്ഠകളൊക്കെ അവിടെ യോഗത്തിൽ അവിടെ പങ്കെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉയർത്തിയിട്ടുള്ള കാര്യമാണ്.
ഇപ്പൊ സമാജ്വാദി പാർട്ടിയുടെ നേതാവും ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉയർത്തിയ കാര്യങ്ങളാണ്. DMK പോലൊരു പാർട്ടിയെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുകളയാൻ പാടില്ല, അത് ഒഴിവാക്കണം, അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായമാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടെ പ്രകടിപ്പിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ വേണ്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് തയ്യാറാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചതിന്.